അങ്ങനെ മുഹമ്മദിന്റെ ബയോഗ്രഫി ഞാൻ പരിശോധിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ പഠിച്ചു. ഓരോ താളുകൾ കഴിയുമ്പോഴും ഈ ലോകത്തിന്റെ മുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായി മുഹമ്മദ് മാറുകയായിരുന്നു. അവസാനം ഞാൻ ആ യുവാവിന്റെ അടുത്ത് ചെന്ന് നിന്നു. എനിക്കും വേണം, എനിക്കുമാകണം, എനിക്കുമായി മാറണം. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഒരു അനുയായിയായി എനിക്കും ഇനിയുള്ള ജീവിതകാലം കഴിഞ്ഞുകൂട്ടണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു തന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സത്യകലിമത്ത് എനിക്ക് പറഞ്ഞു തന്നു. ഇന്ന് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യഥാർത്ഥ അനുയായിയാണ്. സഹോദരങ്ങളെ, ഇതൊരു സ്ത്രീയുടെ വാക്കല്ല, പാശ്ചാത്യ രാജ്യത്ത് നിന്ന് കപടമായ സ്വാതന്ത്ര്യത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിത്വത്തിലേക്ക് നടന്നെടുക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീവർഗത്തെ പ്രതിനിധീകരിക്കുന്ന വാക്കുകളാണിത്. സുബ്ഹാനല്ലാഹ്. ആർക്കും കഴിയില്ല ആ പ്രവാചകനെ വ്യക്തിത്വം, ആർക്കും കഴിയില്ല ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ താരടിക്കാൻ, ആർക്കും കഴിയില്ല ആ പ്രവാചകൻ തീവ്രവാദിയാണെന്ന് തെളിയിക്കാൻ, ആർക്കും കഴിയില്ല ആ പ്രവാചകൻ ഭീകരവാദിയാണെന്ന് തെളിയിക്കാൻ, ആർക്കും കഴിയില്ല വസ്തുനിഷ്ഠമായി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീലമ്പടനാണെന്ന് ചിത്രീകരിക്കാൻ, ആർക്കും കഴിയില്ല ആ പ്രവാചകൻ പണത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും സ്വാധീനത്തിനു വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും കപടമായ പ്രവാചകത്വം അവകാശപ്പെട്ട വ്യക്തിയാണെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, സ്ഥാപിക്കാൻ, തെളിയിക്കാൻ ഭൂലോകത്തുള്ളൊരു മനുഷ്യനും സാധ്യമല്ല എന്നത് നാളിതുവരെയുള്ള ചരിത്രം സാക്ഷിയാണ്.